ഹായ് ഗൈസ്, വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഗാർലിക് എഗ് റൈസ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആകെ നമുക്ക് വേണ്ടത് സവാള, അതുപോലെ തന്നെ മുട്ട, മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, വെളുത്തുള്ളി, ഇത്തരം കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഒരു പാനിൽ എണ്ണ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഉപ്പ്, മുളക് പൊടി, ഇത്തരം കാര്യങ്ങളിട്ട് അതൊരു 5-10 മിനിറ്റ് നേരം ചെറിയ ചൂടിൽ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെയും മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചൊന്ന് നീക്കി വെച്ചിട്ട് നമുക്ക് സൈഡിൽ തന്നെ എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിനായിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഉപ്പ് ഇട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ കസൂരി മെത്തി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തലേന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന റൈസ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ റൈസ് ഉടയാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് ടോപ്പിലായിട്ട് ചില്ലി ഫ്ലേക്സും കസൂരി മേത്തി കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കസൂരി മേത്തിയുടെ ഫ്ലേവർ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തൈരും കുക്കുംബറും എടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക.